പലസ്തീൻ വിഷയത്തിൽ പല തന്ത്രങ്ങളും പയറ്റുമെടുത്ത ട്രംപ് പുതിയ തന്ത്രവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. വിസ നിഷേധമാണ് ട്രംപിന്റെ ആവനാഴിയിലെ ഒടുവിലത്തെ അസ്ത്രമായി എടുത്തു പ്രയോഗിച്ചത്. അതായത് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ പലസ്തീൻ അധികൃതർക്ക് അമേരിക്ക വിസ നിഷേധിച്ച വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. അമേരിക്കൻ ഭരണകൂടം പലസ്തീൻ ജനതയെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതിന്റെ മറ്റൊരു പ്രധാന ഉദാഹരണമായാണ് പലരും ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെയാണ് ട്രംപിന്റെ ഈ നീക്കത്തിലൂടെ തുറന്നു കാട്ടുന്നത്. യുഎന്നുമായി അമേരിക്കയ്ക്കുള്ള ആസ്ഥാന കരാർ അനുസരിച്ച് യുഎൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾക്ക് വിസ നൽകേണ്ടതുണ്ട്. എന്നാൽ അമേരിക്ക പലപ്പോഴും ഈ നിയമം ലംഘിച്ചിട്ടുണ്ട്. 1988 യാസർ അറഫാത്തിന് വിസ നിഷേധിച്ചതിനോട് സാമ്യമുള്ളതാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ട്രംപ് ഭരണകൂടം ഇതിനെ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടുന്നത് ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും പലസ്തീൻ അതോറിറ്റി സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതുമാണ്. ഒക്ടോബർ 7 ആക്രമണങ്ങളെ പലസ്തീൻ അതോറിറ്റി അപലപിക്കുകയും ഹമാസിന്റെ നിരായുധീകരണത്തെ ഫ്രാൻസ് സൗദി പ്രസ്താവനയെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാന പ്രക്രിയയിൽ സഹകരിച്ച ഒരു സംഘടനയെ സമാധാനത്തിന് തുരങ്കം വെക്കുന്നു എന്ന് ആരോപിക്കുന്നത് തികച്ചും അസംബന്ധമെന്നാണ് സത്യം. ഈ വർഷം സെപ്റ്റംബറിൽ ഫ്രാൻസ്, കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അമേരിക്കയുടെ ഈ വിസ നിഷേധം വന്നത്. ലോകത്തിന് മുന്നിൽ തങ്ങളുടെ രാഷ്ട്ര അംഗീകാരം ആഘോഷിക്കുവാനും ഗാസയിലെ വെസ്റ്റ് ബാങ്കിലെയും അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും പലസ്തീനികൾക്ക് ലഭിക്കാവുന്ന ഒരു വേദി ഇല്ലാതാക്കുകയാണ് അമേരിക്ക ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തിലെ ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്ക ഊഷ്മളമായി സ്വീകരിക്കുന്നു. എന്നാൽ സമാനമായ സാഹചര്യത്തിൽ 2013 സുഡാൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെ അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. പലസ്തീനിയൻ മാധ്യമ പ്രവർത്തകരെ നിശബ്ദരാക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് അമേരിക്ക കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. 244-ലധികം പലസ്തീൻ മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടും അമേരിക്ക അതിനെ അപലപിച്ചിട്ടില്ല. ഇതിനു പുറമെ അൽ ജസീറയിലെ പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെ ന്യായീകരിക്കാൻ അവർ ഹമാസിന്റെ ഭാഗമാണ് എന്ന ഇസ്രായേൽ ഭാഷ്യത്തെ അമേരിക്ക പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. പലസ്തീൻ ജനതയ്ക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കായി സംസാരിക്കാൻ ഒരു വേദി നൽകാൻ പോലും അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. അക്രമരഹിതമായ മാർഗം സ്വീകരിക്കുന്ന ഒരു സംഘടനയെ പോലും സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിലും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ആര് സംസാരിക്കും? ഒരു ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു ലോകശക്തിക്കും കഴിയില്ല. അമേരിക്കയുടെ വിസ നിഷേധം മനഃപൂർവ്വമുള്ള ഈ കണ്ണടക്കലാണ്. വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ ചുവന്ന പരവതാനി വിരിച്ച് ആനയിക്കുന്ന അല്ലെങ്കിൽ ആശ്ലേഷിക്കുന്ന ട്രംപ് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. വിസ നിഷേധിക്കുന്നത് ആ ശ്രേണിയിലെ ഏറ്റവും ഒടുവിലത്തെ നീതി നിഷേധം കൂടിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച